പ്രൈം ഡിബേറ്റിൽ ഇന്ന് രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ മോഹൻ വർഗീസ്, ഡോക്ടർ ജി ഗോപകുമാർ എന്നിവർ ചേരുകയാണ്. ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ പ്രതിനിധീകരിച്ച് കെ സോമൻ ബി.ജെ.പി നേതാവ്, ശ്രീനിവാസൻ കൃഷ്ണൻ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയാണ്. ഒപ്പം CPM-നെ പ്രതിനിധീകരിച്ച് എം ഷാജർ കൂടി ചർച്ചയിൽ ഉണ്ടാകും. 8 മണി മുതൽ കോൺഗ്രസ് നേതാവായ റോണി കെ ബേബി കൂടി ഈ ചർച്ചയിൽ പങ്കുചേരും. ആദ്യം ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, ഇവിടെ ഒരു മുറവിളി ഉണ്ടായിട്ടുണ്ട് പല വർഷങ്ങളിലായി. നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിറക്കണം, അതിനുവേണ്ടി മതേതര ജനാധിപത്യ മുന്നണിയാണ് ഇവിടെ വേണ്ടത്. ഒട്ടേറെ പരീക്ഷണങ്ങൾ നടത്തി. പക്ഷേ അവിടെയെല്ലാം BJP-ക്ക് അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ത്രിപുരയിൽ വ്യത്യസ്തമായ ഒരു രീതിയിലായിരുന്നു പരീക്ഷണം. CPM പലപ്പോഴും ഈ മൂന്നാം മുന്നണി എന്ന രീതിയിലൊക്കെ വരുമ്പോൾ മാത്രമായിരിക്കും CPM അതിൽ അണിചേരാൻ ശ്രമിക്കുക. മാത്രമല്ല, ഈ സഖ്യം എന്നത് പുറത്തു നിന്നുള്ള ചർച്ചകളായിരുന്നുവെങ്കിലും ആ സഖ്യം പ്രാവർത്തികമായി ഒരു ധാരണ എന്നാണ് അവർ പറയുന്നത്. ബംഗാളിൽ ധാരണയായിരുന്നു. പക്ഷെ ഇവിടെ സഖ്യം എന്ന് പുറത്ത് പറഞ്ഞു CPM-ഉം കോൺഗ്രസും. പക്ഷേ എന്ത് പറ്റിയ സഖ്യത്തിന്? തകർന്നടിയുകയല്ലേ ഉണ്ടായത്? അങ്ങനെ തന്നെ നമുക്ക് പറയാമല്ലോ, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ 2024 വരുമ്പോൾ ഇത്തരത്തിലുള്ള സഖ്യങ്ങൾക്ക് പ്രസക്തി കുറഞ്ഞിട്ടുണ്ടോ? അതോ ഒരു നല്ല പരീക്ഷണം, അതിനെ ഒന്നോടെ തേച്ച് മിനുക്കിയെടുത്താൽ മതി എന്നാണോ? മഞ്ജുഷ്, തീർച്ചയായിട്ടും ഒരു പരീക്ഷണം തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ രണ്ടും കൂടി ചേരുമ്പോൾ 4 ആകില്ല എന്നുള്ളതാണ് ത്രിപുരയിലെ മാർക്സിസ്റ്റ് കോൺഗ്രസ് ഐക്യത്തിൽ നിന്ന് നമുക്ക് കണ്ട ഒരു അനാലിസിസ്, ഒരു വിലയിരുത്തൽ. കാരണം സമീപകാലത്ത് വരെ തമ്മിലടിച്ച് ശത്രുതയായിട്ട് നിന്ന 2 കക്ഷികൾ, അത് പ്രത്യേകിച്ച് CPM നല്ല ബേസ് ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം, ഇപ്പോൾ വോട്ടിംഗ് രീതി വന്നപ്പോൾ ഉദ്ദേശിച്ച രീതിയിൽ ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ്സിന് CPM-ൻ്റെ വോട്ട് കിട്ടിയെങ്കിലും മറിച്ച് കോൺഗ്രസിൻ്റെ ഒത്തിരി വോട്ടുകൾ BJP-ക്കോ മറ്റോ കക്ഷികൾക്കോ പോയിട്ടുള്ളതായി നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെയാണ്, ഇല്ലെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ടിംഗ് ശതമാനം കൂട്ടിച്ചേർത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ 2-4 ആകില്ല എന്നുള്ള തെളിവ് ഈ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അത്തരത്തിലുള്ള കണക്കിലെ കളികളല്ലേ ഒടുവിൽ ഒരു തെരഞ്ഞെടുപ്പ് സഖ്യത്തിന്റെ വിജയത്തിലേക്കും എത്തിക്കുന്നത്? കാരണം ഇത്തരത്തിലെ കണക്കിലെ കളികൾ കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടി വിദഗ്ധരായ പലരെയും വലിയ തുക നൽകി ഓരോ രാഷ്ട്രീയ പാർട്ടികളും വിലക്കെടുത്ത് കൊണ്ടുവരാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് BJP-യാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ കണക്കുകൾ യോജിക്കുന്നില്ല? ഇപ്പോൾ CPM-ഉം കോൺഗ്രസും ചേർന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനം പോലും എന്തുകൊണ്ട് ഈ മുന്നണിക്ക് കിട്ടുന്നില്ല? അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ ഒരു സഖ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി 2 കൂട്ടരും നിൽക്കാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഒരു പാർട്ടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കും എന്ന രീതിയിലുള്ള ഭയപ്പാടോടുകൂടി നേതാക്കളും പ്രവർത്തകരും, നേതാക്കളാണല്ലോ അവിടെ തീരുമാനമെടുക്കുന്നത് അടിത്തട്ടിൽ, അവിടെ നിന്ന് അത് പ്രവർത്തകരിലേക്കും വ്യാപിക്കുന്നു. അങ്ങനെ ഈ സഖ്യങ്ങൾ പൊളിയുന്നതാണോ? അതാണോ ഈ ത്രിപുരയിൽ ഇപ്പോൾ കണ്ടത്? അല്ല, തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കോൺഗ്രസിൻ്റെ വളരെ സീനിയർ നേതാക്കളൊന്നും അവിടെ വന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പരീക്ഷണം മാത്രമായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ. മറ്റൊരു കാര്യം കൂടി പറയാം, 2 കാര്യങ്ങൾ. ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. എല്ലാ തിരഞ്ഞെടുപ്പും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മാധ്യമരംഗത്ത് ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ട് ഇത്തവണ ഏശിയില്ല എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതാണ്. ഫാക്ടർ ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഉണ്ടായിരിക്കും, പക്ഷേ അവിടെ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ശക്തമായ ഒഴുക്കുണ്ടായില്ല എന്നുള്ളതാണ്. തീർച്ചയായും അവിടെ ചോദിക്കാനുള്ള കാരണമുണ്ട്. അഭിലാഷ്, എന്താണെന്ന് വെച്ചാൽ അവിടെ മുഖ്യമന്ത്രിയെ മാറ്റേണ്ടി വന്നിരുന്നു. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഉപമുഖ്യമന്ത്രിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. 3 മന്ത്രിമാർക്ക് പരാജയപ്പെടേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു, ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഏശിയില്ല, ശക്തമായിട്ട് അത് ഏശിയില്ല എന്നുള്ളതല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നത്. മാത്രമല്ല, 3 പ്രധാനപ്പെട്ട, ഒരർത്ഥത്തിൽ 4 പ്രധാനപ്പെട്ട കക്ഷികൾ തമ്മിൽ വോട്ട് ചിതറിയപ്പോൾ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റത്തിന്റെ പ്രസക്തി വന്നു. അങ്ങനെ വരുമ്പോൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കക്ഷിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകും. അതിവിടെ വ്യക്തമായിട്ട് BJP-ക്ക് തന്നെയാണ്. പണ്ട് ഇത് കോൺഗ്രസിന് എൻജോയ് ചെയ്തിരുന്ന ഒരു ഗുണമാണ് മൾട്ടിപ്ലയർ എഫക്ട്. ആ മൾട്ടിപ്ലയർ എഫക്ട് ഇപ്പോൾ BJP-ക്ക് അനുകൂലമായിട്ട് വന്നു. ചേരുന്നുണ്ട് ഷാജർ. ഇപ്പോൾ CPM-ന്റെ ഔദ്യോഗികമായ വിശദീകരണം വന്നിട്ടുണ്ട്. സീതാറാം യെച്ചൂരി ഇക്കാര്യം പറയുകയും ചെയ്തു. BJP-ക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ശക്തി ക്ഷയിച്ചു എന്നാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത്. 2 കാര്യങ്ങൾ അതിൽ കണക്കിലെടുക്കാം. ഒന്ന്, സീറ്റ് കുറഞ്ഞു. 2, വോട്ട് ഷെയർ കുറഞ്ഞിട്ടുണ്ട്. കാരണം 43.59% നിന്ന് 38.97% ലോക്സഭയുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ വലിയ കുറവാണ്. പക്ഷേ CPM-ന് എന്ത് സംഭവിച്ചു? CPM-ന് 42.22% വോട്ടുണ്ടായിരുന്ന സമയത്താണ് 2018 തെരഞ്ഞെടുപ്പിൽ 16 സീറ്റ് കിട്ടിയത്. ഇപ്പോൾ അത് 24.62% കുറഞ്ഞു. സീറ്റുകളുടെ എണ്ണം 11 ആയിട്ട് കുറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ശക്തി ക്ഷയിച്ചിട്ടുള്ളത് BJP-ക്ക് മാത്രമല്ല. BJP